ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് ഒമാൻ സേറസ് പാർട്ട് 5. നമ്മൾ രാവിലെ വാദിയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഫ്റ്റർനൂണാണ് വന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെറിയ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വോൾക്കാനോ വീണ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കറൻ്റ്ലി ഒരു പിക്നിക് സ്പോട്ട് കൂടിയാണ്. മോർണിംഗ് വരുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ഈവനിങ് വന്നാൽ നമുക്ക് കുറച്ചും കൂടി വെയിലില്ലാണ്ട് നമുക്ക് കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം നമ്മൾ ഒമാനിൽ നിന്ന് ദുബായിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മോണുമെൻറ്റ് പോലത്തെ ഒരു സാധനമാണത്. നല്ല ബ്യൂട്ടിഫുൾ മോണുമെൻ്റ് ആണ്. ഇപ്പം അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാനിൽ നിന്ന് ദുബായ് ഓൺ റോഡ് പോയാൽ മാത്രമേ ഒരു മോണുമെൻറ്റ്സും കാര്യങ്ങളും കാണാൻ പറ്റത്തുള്ളൂ. ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് ഒമാൻ എക്സിറ്റ് ആവാറായിട്ടുണ്ട്. നമ്മൾ ഓൺ റോഡ് പോകണമെന്ന് തന്നെ ഒരു 2 hours ഒക്കെയാണ് ട്രാവൽ വേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ഒമാൻ ബോർഡർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ടിലൊക്കെയുള്ള സെയിം പ്രൊസീജിയറാണ് നമ്മൾ ബോർഡറിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ട്രാഫിക്കും നല്ലപോലെ തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊസീജിയേഴ്സൊക്കെ കഴിയാൻ പറ്റി. ദുബായിൽ 4 ബോർഡേഴ്സാണുള്ളത്. അതിലൊരു ബോർഡേഴ്സാണിത്. ഹഫീറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.